യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വചനങ്ങൾ വായിക്കാം. യോഹന്നാൻ 5:19 മുതൽ 21 വരെ. പുത്രന്റെ അധികാരം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. ഈ 19-ാം അധ്യായ വചനത്തിൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും തമ്മിലുള്ള ഗാഢമായൊരു ബന്ധത്തെയാണ് നമുക്ക് വെളിവാക്കി തരുന്നത്. ഇതുപോലെ തന്നെയുള്ള ഒരു ഗാഢമായ ബന്ധമാണ് ഈശോ നമ്മിൽ നിന്ന് ഈശോയോടും പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് വേണ്ടിയാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ 15:5. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇങ്ങനെ ഒരു ഗാഢമായ ബന്ധം വരുമ്പോൾ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35-ാം വചനത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ 10:35. വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. സങ്കീർത്തനം 82:6. സങ്കീർത്തനം 82:6. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്, നിങ്ങൾ എല്ലാവരും അത്യുന്നതന്റെ മക്കളാണ്. ഈ ഒരു തലത്തിലേക്ക് നമ്മൾ വരുന്നത്, ഈ ആത്മീയ പുരോഗതി നമ്മളിൽ സംഭവിക്കുന്നത് 3 മാർഗത്തിലൂടെയാണ്. ആദ്യത്തേത് ശുദ്ധീകരണ മാർഗം, രണ്ടാമത്തത് പ്രകാശനമായ വഴി, മൂന്നാമത്തത് ഏകീകൃത വഴി. ഇതിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 14:6. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. ആദ്യത്തെ മാർഗം ശുദ്ധീകരണമാണ്. അപ്പോൾ ഈ ശുദ്ധീകരണത്തിൽ സംഭവിക്കുന്നത് വചനത്തിലൂടെയാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വചനം. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എഫേസസ് 5:26. എഫേസസ് 5:26. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഈ ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്നത് ഒരു മാർഗത്തിലൂടെയാണെന്ന് പറഞ്ഞു. ആ മാർഗത്തെക്കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 നമ്മൾ വായിക്കുന്നത്. മത്തായി 7:13-14. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വചനം. യോഹന്നാൻ 10:9. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽസ്ഥലം കണ്ടെത്തുകയും ചെയ്യും. സങ്കീർത്തനം 118, 18, 19. സങ്കീർത്തനം 118, 18, 19.
കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരുക. ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയ പ്രഭാഷകൻ പറയുന്നത് 4-ാം അധ്യായം 17-ാം വചനത്തിലാണ്. പ്രഭാഷകൻ 4:17. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. ഈ വഴിയിലൂടെയാണ് ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് നമ്മൾ തുടർന്ന് പ്രഭാഷകൻ 4:18. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയോ അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. ഈ ശുദ്ധീകരണ പ്രക്രിയ യേശുവിലൂടെ മാത്രം നടക്കൂ എന്ന് നമുക്കറിയാം. അതിൻ്റെ ആഴങ്ങൾ നമുക്ക് വീണ്ടും മനസ്സിലാക്കുന്നത് ഹെബ്രായ ലേഖനം 10:20. ഹെബ്രായർ 10:20. എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന വിധിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ഹെബ്രായ 7:25. ഹെബ്രായർ 7:25. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നതാണ് ഏശയ്യ 35:8-10 വരെയുള്ള വചനം. ഏശയ്യ 35:8-10 വരെ. അവിടെ ഒരു രാജവീഥി ഉണ്ടായിരിക്കും. വിശുദ്ധ വീഥി എന്ന് അത് വിളിക്കപ്പെടും. അശുദ്ധർ അതിലൂടെ കടക്കുകയില്ല. ഭോഷർക്ക് പോലും അവിടെ വഴിതെറ്റുകയില്ല. അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല. ഒരു ഹിംസ്രജന്തുവും അവിടെ പ്രവേശിക്കുകയില്ല. അവയെ അവിടെ കാണുകയില്ല. രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും. ഇനി ഇങ്ങനെ ഒരു ശുദ്ധീകരണം കഴിഞ്ഞ് ഈശോ നമ്മളെ രണ്ടാമത്തെ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരും. അതാണ് പ്രകാശനമായ വഴി. ഈ വഴിയിലൂടെ നടക്കുന്നതിനെ കുറിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ 8:12. യേശു ലോകത്തിന്റെ പ്രകാശം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. അപ്പം ഇതിന് എതിരായിട്ട് പിശാച് പ്രവർത്തിക്കും. അതാണ് 2 കൊരിന്ത്യർ 4:4 നമ്മൾ വായിക്കുന്നത്. 2 കൊരിന്ത്യർ 4:4. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഈ പ്രകാശത്തിലേക്ക് നമ്മൾ വരുന്നത് വചനത്തിലാണ്. കാരണം വചനമാണ് സത്യം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വചനം. യോഹന്നാൻ 17:17. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. സങ്കീർത്തനം 119:160. സങ്കീർത്തനം 119:160. അങ്ങയുടെ വചനത്തിന്റെ സാരാംശം സത്യം തന്നെയാണ്. അങ്ങയുടെ നിയമങ്ങൾ നീതിയുക്തമാണ്. അവ എന്നേക്കും നിലനിൽക്കുന്നു. സങ്കീർത്തനം 33:4. സങ്കീർത്തനം 33:4. കർത്താവിന്റെ വചനം സത്യമാണ്. അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. ഈ സത്യത്തിനെതിരായിട്ടാണ് പിശാച് പ്രവർത്തിക്കുക. അത് നമ്മൾ 2 കൊരിന്ത്യർ 4:4 പറഞ്ഞു. ഇനി അടുത്തത് റോമ 1:18. റോമ 1:18. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ഈ സത്യത്തെ തളച്ചിടുന്ന പ്രക്രിയയെക്കുറിച്ച് അപ്പസ്തല നടപടി 20-ാം അധ്യായം 29-30 നമ്മൾക്ക് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 20, 29, 30. എന്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം.
ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ചു പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അതാണ് വ്യക്തിപരമായിട്ട് നമുക്ക് ഈ വചനത്തിൻ്റെ വേര് നമ്മൾ നന്നായിട്ടുണ്ടാകണം. അപ്പോഴാണ് ആ സത്യമാണ് നമ്മളെപ്പോഴും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും സ്വാതന്ത്ര്യത്തിലായിരിക്കുകയും ആരുടെയും അടിമയാകാതിരിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നത്. യോഹന്നാൻ 8:32. യോഹന്നാൻ 8:32. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ 8:36. യോഹന്നാൻ 8:36. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഗലാത്യ 5:1. ഗലാത്യ 5:1. ക്രിസ്തീയ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിന്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ഇനി മൂന്നാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതാണ് ഏകീകൃത, അതിൽ ദൈവ ഐക്യ മേഖലയിലേക്ക്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന മൂന്നാമത്തെ സ്റ്റേജാണ്. ആ ഒരു സ്റ്റേജിനെ കുറിച്ചാണ് യോഹന്നാൻ 10:30 നമുക്ക് ഈശോയും ദൈവവും, ഈ പിതാവായ ദൈവവും ഈശോയും തമ്മിലുള്ള ഐക്യത്തെ കാണിച്ചു തരുന്നത്. യോഹന്നാൻ 10:30. യോഹന്നാൻ 10:30. ഞാനും പിതാവും ഒന്നാണ്. ഇങ്ങനെ ഉണ്ടാകുന്നതിനെതിരായിട്ട് പിശാച് പ്രവർത്തിക്കും. അതാണ് യോഹന്നാൻ 10:12 നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ 10:12. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായ് വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായ് വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. കാരണം ഇവനിൽ ജീവനല്ല ഉള്ളത്, മരണമാണുള്ളത്. അവൻ്റെ അസൂയയിൽ എപ്പോഴും മരണമാണ് അവൻ കൊടുക്കുന്നത്. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 24-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ജ്ഞാനം 2:24. പിശാച് മരണം ലോകത്തിൽ പ്രവേശിച്ചു, അവന്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു. അതാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 10 യോഹന്നാൻ 10:10. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. പക്ഷെ ഈശോ വരുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകാനുമാണെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10b നമ്മൾ വായിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ആ ജീവൻ നൽകുമെന്നാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിലെ യോഹന്നാൻ 5:21 നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ 5:21. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. ഈ ജീവൻ നൽകുന്നത് നമ്മൾ വചനം പാലിക്കുമ്പോഴാണ് ഏശയ്യ 55:3 നമ്മൾ വായിക്കുന്നത്. ഏശയ്യ 55:3. എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോട് എന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഈ സ്ഥിരമായ സ്നേഹം എന്ന് പറയുന്ന ഒരു ദൈവ ഐക്യമാണ്. അതാണ് 1 കൊരിന്തോസ് 6:17 നമ്മൾ വായിക്കുന്നത്. 1 കൊരിന്തോസ് 6:17. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. ഇതിനു വേണ്ടിയാണ്, ഈ സമാധാന ഐക്യത്തിന് വേണ്ടിയാണ് ഈശോ സ്വയം സമർപ്പിച്ചത്. അതാണ് എഫേഷ്യൻസ് 2:14 നമ്മൾ വായിക്കുന്നത്. എഫേഷ്യൻസ് 2:14. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൊളോസോസ് 1:20. കൊളോസോസ് 1:20. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ദൈവ ഐക്യത്തിൽ വരുന്നതിനെ കുറിച്ച് സങ്കീർത്തകൻ പറയുന്നത് 63:8.
53:8. എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തുന്നു. 2 രാജാക്കന്മാർ 18:6. 2 രാജാക്കന്മാർ 18:6. അവൻ കർത്താവിനോട് ഒട്ടിനിന്നു, അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. സങ്കീർത്തനം 91:14. സങ്കീർത്തനം 91:14. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്.